Hi children, today we are going to study G0 or quiescent stage, and along with that we are going to study C value. What do you mean by cell cycle? Cyclic events taking place between one cell division to next we can call cell cycle. ഒരു സെൽ ഡിവിഷൻ തുടങ്ങി അടുത്ത സെൽ ഡിവിഷൻ വരെ നടക്കുന്ന എല്ലാ പ്രോസസ്സിനെയും നമുക്ക് സെൽ സൈക്കിൾ എന്ന് വിളിക്കാം. നമ്മുടെ സെൽ സൈക്കിളിലെ G0 സ്റ്റേജ് ആണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. G0 സ്റ്റേജ് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് സെൽ ഡിഫറൻസിയേഷൻ? ഒരു സെൽ ഡിവൈഡ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനായി മാറുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? സെൽ ഡിഫറൻസിയേഷൻ. Once the cell get divide and perform a particular function, then we can call that cells are differentiated. Whenever the cells get differentiate, cell division will be stopped. എപ്പോഴൊക്കെ സെല്ല് ഡിഫറൻഷിയേറ്റ് ആയി കഴിഞ്ഞോ സെൽ ഡിവിഷൻ സ്റ്റോപ്പ് ആവും. അപ്പോൾ സ്റ്റോപ്പ് ആയി കഴിയുമ്പോൾ അവർ ഈ സെൽസ് എല്ലാം G0 സ്റ്റേജിലേക്ക് മാറും. അതിനെയാണ് G0 സ്റ്റേജ് അഥവാ ക്യൂസെൻറ്റ് സ്റ്റേജ്. ക്യൂസെൻറ്റ് സ്റ്റേജിനെ ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് വിളിക്കുന്നുണ്ട്, കാരണം ഇവിടെ സെൽ ഡിവിഷൻ നടക്കുന്നില്ല. പക്ഷേ ദീസ് സെൽസ് ആർ മെറ്റാബോളിക്കലി ആക്റ്റീവ്. വാട്ട് ഈസ് G0 stage? Whenever the cells get differentiate, the cells enter into G0 stage and stop cell division, but cells are metabolically active. But certain cells under certain conditions again they get capacity to divide. For example, for such cells are secondary growth in dicot stem. ചില സെല്ലുകൾ ഡിഫറൻഷ്യേറ്റഡ് ആയ സെൽ പിന്നെയും ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. അതിനൊരു ഉദാഹരണമാണ് ഡൈക്കോട്ട് സ്റ്റെമ്മിലെ സെക്കൻഡറി ഗ്രോത്ത്. നിങ്ങൾക്കറിയാം, വാസ്കുലർ ബണ്ടിലിനിടയ്ക്കുള്ള ടിഷ്യൂ ആണ് പാരങ്കൈമ ടിഷ്യൂ. ഈ പാരങ്കൈമ ടിഷ്യൂ അവർ ഒന്നുകൂടി ഡിവൈഡ് ചെയ്യാൻ തുടങ്ങുന്നു. ദ ഡിഫറൻഷ്യേറ്റഡ് സെൽസ് സ്റ്റാർട്ട് ഡിവൈഡിങ് ഈസ് കോൾഡ് ഡിഫറൻസിയേഷൻ. Such cell differentiated to perform a specific function is called redifferentiation. നമുക്ക് ഈ എക്സാമ്പിൾ വെച്ചൊന്ന് പറയാം. ഇവിടെ എക്സാമ്പിൾ ഫിഗർ കൊടുത്തിട്ടുണ്ട്. വാസ്കുലാർ ബണ്ടിലിന് ഇടയ്ക്കുള്ള ടിഷ്യൂ ആണ് പാരങ്കൈമ സെൽസ്. ദീസ് ഡിഫറൻഷിയേറ്റഡ് പാരങ്കൈമ സെൽസ് റീഗെയിൻ സെൽ ഡിവിഷൻ. സോ ദാറ്റ്സ് എ ഡിഫറൻസിയേഷൻ. അത് ഡിവൈഡ് ചെയ്ത് ഇൻ്റർഫാസിക്കുലർ കാമ്പിയമായി മാറുന്നു. അതാണ് റീഡിഫറൻസിയേഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻ്റർഫാസിക്കുലർ കാമ്പിയവും ഇൻട്രാഫാസിക്കുലർ കാമ്പിയവും കൂടി ചേർന്നാണ് ക്യാമ്പിൾ റിംഗ് ഉണ്ടാകുന്നതെന്നും ക്യാമ്പിൾ റിങ്ങിൻ്റെ ആക്ടിവിറ്റി കൊണ്ടാണ് തടിക്ക് വണ്ണം വെക്കുന്നതെന്നും നമ്മൾ പഠിക്കുന്നുണ്ട്. വാട്ട് ഈസ് എ G0 സ്റ്റേജ്? വെനെവർ ദ സെൽസ് ഗെറ്റ് ഡിഫറൻഷിയേറ്റ്, they stop division and enter into the G0 stage. That is taking place outside the cell. That's why I have drawn outside. See this arrow mark. See, here is another one arrow mark that indicates certain differentiated cell under certain condition they started to divide once again. That's why I have drawn an arrow mark here to here. Next, our topic is C value. The amount of DNA content present in haploid set of chromosome or one set of chromosome is called C value. I repeat, the amount of DNA content present in one set of chromosome is called C value. Here we are going to study what is the amount of chromosome and C value in each stage. G1, S, G2, prophase, metaphase, anaphase, telophase and cytokinesis. For chromosome number, let us write capital N. Capital N indicate the chromosome number and the DNA content represented by C value.
What is the C value? The amount of DNA present in haploid set of chromosome or one set of chromosome is called C value. See, as I have told you, this cell cycle indicating the cell cycle of diploid cell. Diploid cell എന്ന് പറയുമ്പോൾ അവിടെ 2 set of chromosome ഉണ്ടാവും. അപ്പോൾ G1-ൽ 2 set of chromosome ഉള്ളതുകൊണ്ട് അത് 2n ആണ്. അവിടെ ക്രോമസോം ഡിവിഷൻ ഒന്നും നടക്കുന്നില്ല, അതുകൊണ്ട് 2n ആണ്. ഇവിടെ 2n ആയതുകൊണ്ട് തന്നെ 2n-ൽ DNA കണ്ടന്റും 2C ആയിരിക്കും. എസ് ഫേസിൽ വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കിവിടെ 4C എഴുതാം. ക്രോമസോം നമ്പറിന് വ്യത്യാസമില്ല, അതുകൊണ്ട് 2n എഴുതാം. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ 2C 4C ആയത്. നമുക്കൊരു ഡയഗ്രത്തിൻ്റെ സഹായത്താൽ പഠിക്കാം. G1 സ്റ്റേജിൽ ക്രോമസോം ഇങ്ങനെയാണ്. This is called chromonimeta. Chromo means color, nimeta means thread-like structure. Here the DNA inside the chromosome, DNA arranged in thread-like structure. This is centromere. In G2 phase, in S phase, it is in G1 phase. When it comes S phase, DNA get replicate. As soon as the DNA replication finish, the chromosome membrane divided into 2. That is 2 arms. Here the chromosome structure will be changed, but there is no change in chromosome number. See, in G1 phase, the chromosome contain chromonimeta. When it comes to S phase, what happened? The DNA get replicate and the pellicle of the chromosome membrane divided into 2 arms. In G2 phase also there is no change in chromosome number, so I can write 2n. ഇപ്പോൾ 46 ക്രോമസോം ആണെങ്കിൽ 46 തന്നെ ആയിരിക്കും. DNA content will be 4C. പ്രോഫേസിലും മെറ്റാഫേസിലും ക്രോമസോം നമ്പർ സെയിം ആണ്, DNA കണ്ടൻറ്റും സെയിം ആണ്. പക്ഷേ അനാഫേസിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. നമുക്കൊരു ഫിഗർ ഇങ്ങോട്ട് വരയ്ക്കാം. അനാഫേസിൽ സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്യുകയും പകുതി ക്രോമസോം താഴേക്കും മുകളിലേക്കും പോകും. അപ്പോൾ പകുതി ക്രോമസോം താഴേക്ക് പോകുമ്പോൾ 46 ക്രോമസോം മനുഷ്യൻ്റെ സെല്ലിലാണെങ്കിൽ, ഹ്യൂമൻ സെല്ലിലാണെങ്കിൽ 46 ക്രോമസോം മുകളിലേക്കും 46 ക്രോമസോം താഴേക്കും പോകും. ദാറ്റ് ഈസ് 2n and 2n. So all together comes 4n. DNA content 4C. ഈ പറഞ്ഞത് മനസ്സിലായോ? അനാഫേസിൽ വെച്ച് സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്ത് ക്രോമസോം മുകളിലേക്കും താഴേക്കും പോകുന്നു. അതായത് 46 ക്രോമസോം മുകളിലേക്കും 46 ക്രോമസോം താഴേക്കും. 46 ക്രോമസോം we can write it as 2n, so it comes 4n. ടീലോഫേസിൽ വരുമ്പോൾ 4n ആണ്. DNA content will be 4n. The next point is cytokinesis. Cytokinesis means division of cytoplasm. Then the chromosome number, അതായത് ഓരോ സെല്ലിലും 46 പോവും. Then each cell come for 2n and DNA content also reduced to half. The next cycle will start once again. So what we have studied, the amount of the DNA present in one set of chromosome is called C value. So here we have written the C value and chromosome number in different part of the cell cycle.
In G1 stage, in diploid cell, in G1 stage, chromosome number will be 2n. The amount of DNA is 2n. In S phase, the DNA get replicate, so it is 4c. See, G1 phase chromosome ഇങ്ങനെയായിരിക്കും, G2 phase വരുമ്പോഴത്തേക്ക് ക്രോമസോം 2 ആമായി മാറും. കണ്ടോ, ഇവിടെ DNA replicate ചെയ്തു. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ അടുത്തത് മൈറ്റോട്ടിക് ഫേസിൽ അനാഫേസിലാണ് ക്രോമസോം നമ്പർ ടോട്ടലി 4n ആവും. അതായത് സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്തിട്ട് പകുതി ക്രോമസോം മുകളിലും പകുതി ക്രോമസോം താഴെ. 46 all together 4n. That's why I have written 4n. The amount of DNA content is 4n. ഇത് നോർമൽ കണ്ടീഷനിലേക്ക് വരുന്നത് സൈറ്റോകൈനസിലാണ്, ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം സമയത്ത്. സൈറ്റോപ്ലാസിൻ്റെ സമയത്ത് 2 സെൽ ഉണ്ടാകുന്നു. അപ്പോൾ 2 സെല്ലിലും സെയിം ക്രോമസോം നമ്പറും സെയിം എമൗണ്ട് ഓഫ് DNA മെയിൻറ്റെയിൻ ചെയ്യുന്നു. നീറ്റിന് ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഈ പഠിച്ചതിനെ ആധാരമാക്കിയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ആൻ എഗ് ഓഫ് ആൻ ഓർഗാനിസം ഹാസ് 10 picogram DNA in the nucleus, how much amount of DNA would be a diploid cell of same organism having G2 phase? ഇവിടുത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എക്സെല്ലിൽ 10 picogram DNA ഉണ്ട്. Picogram is the unit of DNA content. So as you all know, XL എന്ന് പറയുന്നത് n ആണ്, അവിടെ 10 picogram ആണ്. അപ്പോൾ അത് ഡിപ്ലോയിഡ് ആകുമ്പോൾ എത്ര ആവും? 20 picogram DNA ആവും. ദെൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആഫ്റ്റർ എസ് ആണ്, ആഫ്റ്റർ G2 ആണ്. അപ്പോൾ എസ് ഫേസിൽ എന്താവുന്നു? 40 picogram DNA ആവുന്നു. സോ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ G2 ആയതുകൊണ്ട് 40 picogram DNA ആണ് G2യിലുള്ളത്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു എക്സെല്ലിൽ 10 picogram DNA ഉണ്ട്. ഞാൻ പറഞ്ഞു picogram ഈസ് എ യൂണിറ്റ് ഓഫ് DNA കണ്ടൻറ്റ്. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് DNA after G2 in that diploid organisms? So XL n ആണ് 10 picogram. സോ 2n കണ്ടീഷൻ വരുമ്പോൾ 20 picogram. എസ് ഫേസ് കഴിയുമ്പോഴത്തേക്ക് അത് 40 ആവും. G2യിലും 40 ആണ്. വേറൊരു ക്വസ്റ്റ്യൻ, ഒരു ആൻജിയോസ്പേമിൻ്റെ റൂട്ട് സെല്ലിൽ ഏകദേശം 20 picogram DNA ഉണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, root cells of an angiosperm is equal to 20 picogram DNA. What is the amount of DNA in endosperm? എന്തെഴുതും? ഈ ആൻജിയോസ്പേമിൻ്റെ എൻഡോസ്പേമിൽ എത്ര എമൗണ്ട് ഓഫ് DNA ഉണ്ടാവും? അപ്പോൾ ഫസ്റ്റ് ലെറ്റ് us see, n എന്ന് പറയുന്നത് 10 picogram ആണ്. എൻഡോസ്പേം എന്ന് പറയുമ്പോൾ 3n ആണ്. 3n is equal to 30 picogram DNA. If same question asking like that, the root cells of the gymnosperm has 20 picogram DNA. What is the amount of DNA in endosperm എന്ന് ചോദിച്ചാൽ, ജിംനോസ്പേമിൻ്റെ എൻഡോസ്പേം എപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും. ശ്രദ്ധിക്കുക, ആൻജിയോസ്പേമിൻ്റെ എൻഡോസ്പേം ട്രിപ്ലോയിഡും ജിംനോസ്പേമിൻ്റെ എൻഡോസ്പേം ഹാപ്ലോയിഡുമാണ്. അപ്പോൾ സെയിം ക്വസ്റ്റ്യൻ, റൂട്ട് സെൽസ് ഓഫ് ആൻ ജിംനോസ്പേം കണ്ടെയ്ൻ 20 picogram DNA ആണെങ്കിൽ അതിൻ്റെ എൻഡോസ്പേം ഹാപ്ലോയിഡ് ആയതുകൊണ്ട് അത് 10 picogram DNA ആയിരിക്കും ഉള്ളത്. സോ വാട്ട് വി ഹാവ് സ്റ്റഡീഡ്, വാട്ട് ഈസ് എ C value? C value means the amount of DNA present in one set of chromosome. See, G1ൽ the chromosome number diploid condition 2n ആയിരിക്കും. എസ് ഫേസിലും 2n ആണ്. അനാഫേസിൽ വരുമ്പോഴാണ് അത് 4n ആവുക. 4n ആകാനുള്ള കണ്ടീഷൻ ഞാൻ പറഞ്ഞു. സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്ത് ക്രോമസോം മുകളിലേക്ക് 46 ക്രോമസോം മുകളിലേക്ക് 46 ക്രോമസോം താഴേക്കും, അതായത് 2n + 2n 4n. അത് സൈറ്റോകൈനസ് കഴിയുമ്പോൾ തിരിച്ച് 2n ആവുന്നു. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എസ് ഫേസിൽ DNA കണ്ടന്റ് 4c ആണ്. ഈ 4c എന്നുള്ളത് എങ്ങനെയായത്? ഇവിടെ കണ്ടോ, G1ലെ ക്രോമസോമാണ്, G2 വന്നപ്പോൾ DNA റിപ്ലിക്കേറ്റ് ചെയ്തു,
ക്രോമസോമിൻ്റെ ഔട്ടർ മെംബ്രെയിൻ ഡിവൈഡ് ചെയ്ത് 2 മെംബ്രെയിനായി 2 ആംസായി. അതാണ് അവിടുത്തെ വ്യത്യാസം. അതും സൈറ്റോകൈനസിസ് കഴിയുമ്പോഴത്തേക്ക് 4C എന്നുള്ളത് 2C ആയിട്ട് സൈക്കിൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്യും. Next class we will discuss about mitosis.